ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ട്രയൽസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സ്പ്ലോറിങ് ദ ബെസ്റ്റ് MTB ട്രയൽസ് ഇൻ രാജാക്കാട് എന്ന് പറഞ്ഞ അതിമനോഹര ഗ്രാമം ഗൈസ്. അതെ, നമ്മളിന്ന് വീണ്ടും അഗെയിൻ നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയും പോകുന്നുണ്ടല്ലേ ട്രയൽസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒപ്പം ഹാംറ്റോ ഉണ്ട്, ഹാംറ്റോൻ്റെ ബൈക്കും കൊണ്ട് അവനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോളിയൂട്ടൻ ഉണ്ട്. പോളിയൂട്ടൻ നമ്മുടെ ബൈക്ക് ഇവിടെ ഫുൾ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്കൊരു ചെറിയൊരു ഷട്ടിലുണ്ട്. ഇവിടെ നിന്നൊരു 20-25 കിലോമീറ്റർ ഉണ്ട്. സോ ഷട്ടിലിന് നമുക്ക് അതിൽ കയറ്റി കൊണ്ടുപോയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജീപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു കരിഷ്മ ഗായ് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ നമ്മുടെ ഡോൺ ബ്രോ, ഞാൻ എല്ലാവരും മെൻഷൻ ചെയ്യാം കേട്ടോ. അവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. രാജാക്കാട് എത്തിയപ്പോൾ നിങ്ങൾക്കും ബെനിഫിറ്റ് ആയിരിക്കും ഈ വീഡിയോ കാണുന്നവർക്ക്. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അതേ മൈൻഡ് സെറ്റിലാണെങ്കിൽ. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കള്ളിപ്പാറ അല്ലേ? കള്ളിപ്പാറ. അതെ, നമ്മൾ കള്ളിപ്പാറ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേടാ. എൻ്റെ ഹെൽമെറ്റ് ഇല്ലേ ഇവിടെ? ഹെൽമെറ്റ് ഉണ്ട്, സെറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോൺ, മിസ്റ്റർ ഡ്രോൺ, സോറി ഡോൺ. എന്ത് ചെയ്യണം അവിടെ പറഞ്ഞാ? മറ്റേ പാക്കേജ് കാര്യങ്ങൾ, പാക്കേജ് ഉണ്ട്, ഓഫ് റോഡ് എല്ലാ പരിപാടികളും ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. ബ്രോ ജസ്റ്റ് ഹായ്. പേര് അലൻ. അലനും ഡോൺ ബ്രോയാണ് ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യണത് കേട്ടോ, ഫുൾ വഴികാട്ടി. സോ കള്ളിപ്പാറ എക്സ്പ്ലോറിങ് ട്രയൽസ് നമ്മൾ നോക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് മറ്റേ 5 ഗിയർ ആണോ? എന്ത് ഹനുമാൻ ഗിയർ? അതെ ഗൈസ്, നമുക്ക് ഹനുമാൻ ഗിയർ ഇടുന്നത് കാണാൻ കഴിയുന്നില്ലേ. നമ്മൾ കള്ളിപ്പാറ കയറി തുടങ്ങി അല്ലേ? കള്ളിപ്പാറ കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മള്. നമുക്ക് ഈ വഴിയൊക്കെ ഇറങ്ങി വരാം. കണ്ടോ, ഈ റൂട്ടൊക്കെ നമുക്ക് ഇറങ്ങി വരാം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമായി. കാരണം നമുക്കിത് ചവിട്ടി അവിടെ എത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സൗകര്യമുണ്ട്. എടാ വണ്ടി അവിടെ ഇല്ലേ? ഒരേണില്ലല്ലോ ഒരിക്കലും. നല്ല കോടിയുണ്ട്, അടിപൊളി. വ്യൂ ഉണ്ടാവില്ല എൻ്റെ മോനെ. അങ്ങോട്ടാണ് ഇട്ടാ. ഓ, അടിയിലിട്ട് കേസ് ഇട്ടിരിക്കുന്നു. ഹനുമാൻ ഗിയർ ഇട്ടിരിക്കുന്നു. പിടിച്ചിരുന്നോടാ, പിടിച്ചിരുന്നാ? നല്ല തെന്നലുണ്ട് കേട്ടോ. നല്ല തെന്നലുള്ള കാരണം സാധനം കയറണില്ല, ഗിയർ ലോക്കായി. എന്ത് ചെയ്യുന്നതിന് ആലോചിച്ചിരിക്കുകയാണ്. സെറ്റ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ, സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഓ, നല്ല നല്ല കാറ്റുണ്ട് എൻ്റെ മോനെ, തണുക്കണ്. നല്ല തണുത്ത കാറ്റ്. എവിടെ പൈക താഴോട്ട് ഇറക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഗൈസ്, സംഭവം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് വേറെ ഓഫ് റോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെന്നലുണ്ട്. സൈഡിൽ കൂടെ ഇറക്കിക്കോ, സൈഡിൽ കൂടെ. ഓക്കെ, ഇപ്പോൾ ഹാംറ്റോനെ കാണാനല്ലേ? ഹാംറ്റോ സൈക്കിളും കൊണ്ട് താഴെ പോയിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി ശരിയായി, ഈ ഹാംറ്റോനെ തിരിച്ച് കൊണ്ടിരിക്കണം, അതാണ് പണി.
ഗൈസ് നമ്മൾ വീണ്ടും ആരംഭിക്കാനട്ടെ. ഇത് ഫുള്ള് നമുക്ക് ഡൗണിലായിട്ട് ഇറങ്ങി വരാനുള്ളതാ. സോ വണ്ടി അവരെടുക്കുന്നുണ്ട്. ഞാൻ പയ്യെ ഇവിടെ നിന്ന് നീങ്ങിയിട്ടേ ഫുട്ടേജ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം വണ്ടി ഇനി നിർത്താൻ പറ്റില്ല, അവർക്ക് ഒരു പോയിന്റ് എത്താണ്ട് അവർക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോട്ട് കിട്ടും. നമ്മൾ പയ്യെ കയറാമെന്ന് വിചാരിച്ചിട്ടാ. വണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ച് ഒരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ മേലോട്ട് കയറിയിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. അതുകൊണ്ട് കുത്തണോ? ഞങ്ങൾ പൈ കയറാമെന്ന് വിചാരിച്ചിട്ടാ. വണ്ടി ലോക്കാണ് സുഹൃത്തുക്കളെ. എളുപ്പപ്പണി നോക്കിയതാ, പണി പാളി. കയറാനും പാടടയ്ക്ക, വഴുതി പോണ്. വഴുതി പോണ്. സീരിയസ്ലി വൺ ഓഫ് ദ ഹെവി റൈഡായിരിക്കും ഇത്. എടാ സൂക്ഷിക്കണേ, എവിടെ കൊക്കയും ഇതൊന്നും അറിയാൻ പറ്റില്ല. ഓ നോക്കളെ എല്ലാ മോനെ ഹെവിയിലേ സീൻ. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എപ്പിക് അല്ലെങ്കിൽ അഡ്വഞ്ചർ റൈഡായിരിക്കട്ടെ ഇത്, അല്ലേ? എടാ ഇത് കുറേ ഉണ്ടല്ലോ, തുടങ്ങിയിട്ടില്ല കേട്ടോ, തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ ടോപ്പൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇവിടെ നിൽക്കണേ. പയ്യെ റൈഡ് ചെയ്ത് പോണേ. പക്ഷെ എൻ്റെ മോനെ സീന് ഒരു രക്ഷ. ഇതൊക്കെ പാറയാണടാ. പാറയാണത്, പാറയാ. ഓ വീഴാണ്ട് ഫുള്ള് കുറച്ച് എയർ കുറയ്ക്കാം. ഫുൾ ട്രാക്ഷനിൽ കിട്ടുകയാണെങ്കിൽ എപ്പിക് സാധനമായിരിക്കും ഇത്. ഓ സമ്മറിൽ കൺഫേം ഇട്ടോ. ഒരെണ്ണം വരണം, ഒരു വട്ടം വരണം. ഓ നോക്കിയടാ, നിങ്ങൾക്ക് കാണണ്ടെന്ന് വിചാരിക്കണ എൻ്റെ മോനെ ഹെവിയിലെ പൊളിച്ച്. വഴിയും കാണാനില്ല. ഇവിടുത്തെ അന്തരീക്ഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും കണ്ടില്ലേ? എന്തോ വരാൻ സംഭവിക്കുന്നത് പോലെ. ദൈവേ, എപ്പിക് സാധനം ഇതുവരെ ചെയ്തേല്. കുട്ടിക്കാനായിരുന്നു ഏറ്റവും ടോപ്പ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇതാണ് ഇപ്പോൾ ഏറ്റവും എപ്പിക് സാധനം ഞാൻ ചെയ്തതിൽ ഇതുവരെ. ഉറപ്പിച്ചോ? ഭയങ്കര ഹെവി കാറ്റാട്ടോ, ഒന്നും ചെയ്യാൻ പറ്റണില്ല.
കാത്തിരിക്കുക. സോ നിന്റെ സ്ട്രാപ്പ് കയറ്റിട്ട് അത് വീഡിയോ കാണുന്നത് കുറെ പേര് ഏതാ സാധനം ഇത് ഇത് അല്ല ഈ കിടക്കുന്ന തൂങ്ങി കിടക്കുന്നത് കുറെ പേര് ആണോ? സോ GoPro 13 ഞാൻ സ്വിച്ച് ചെയ്തു, അവൻ്റെയാണ്. സോ സേഫായിട്ട് റൈഡ് ചെയ്യാം. ലെറ്റ്സ് ഗോ. കൈക്ക് അധികം പ്രഷർ കൊടുക്കണ്ട, നീ കൈ നനയാൻ നോക്കണ്ട കേട്ടോ. സോ ഡയറക്റ്റ് വിടാം കേട്ടോ, ഇനി സ്റ്റോപ്പ് ചെയ്യണില്ല. ഡ്രോപ്പ് ചെയ്യണി ഗൈസ്. വൺ ഓഫ് ദ എക്സ്ട്രീം ഡൗൺ ഹിൽ സെക്ഷൻ ഐ എവർ ഡിഡ്. എടാ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല കേട്ടോ, മാക്സിമം സേഫായിട്ട്. കുറച്ചുകൂടെ ഇറങ്ങി കഴിഞ്ഞാൽ കാറ്റ് പൊക്കോളൂ കേട്ടോ. നേരല്ലേ? ലെറ്റ്സ് ഗോ. ആ കണ്ട കാറ്റ് പോയതണ്ട. ആ ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ GoPro ആണല്ലേ? എന്തായാലും പറ്റിയാ ഇതായല്ലോ. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാ നീ? കുഴപ്പമില്ല സൂക്ഷിച്ചേ. നമ്മളത് എക്സ്പ്ലോറിംഗ് ആണ്, റേസ് അല്ല, സേഫ് റേസ്. സ്ലഷാണ്. ഓക്കെ വിട്ടോ Yeah, buddy. Yes. Oh, കണ്ണി പോയി. സാരല്ല, അവിടെ പോയിട്ട് കൊള്ളാം. ഞാൻ ഫ്ലോ നഷ്ടപ്പെടുത്തുന്നില്ല.
സെറ്റല്ലേ ചേട്ടാ? കുറച്ച് വെള്ളം തരൂ, കുറച്ച് വെള്ളം തരൂ. വേണ്ട, കുറച്ച് തന്നെ. കണ്ണിൽ ഫുള്ള് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റായിട്ടും കർണാടക. എങ്ങനെയുണ്ടായിരുന്നു മോനെ? ചത്തില്ല, വേറെ ഒന്നും പറ്റിയില്ല നിനക്ക്? എടാ നിന്റെ കയ്യിന്റെ മാണിയ ചെയ്തു, അത് തുറന്നു കഴിഞ്ഞ പണിയാ. അതുകൊണ്ട് വിരല് ചെറുതായിട്ട് ഒരെണ്ണം ചെത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ. അത് അതും പറഞ്ഞിട്ട് ലീവ് എടുത്തിരിക്കണം. വീഡിയോ വരുമ്പോ നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കുണ്ടി എല്ലാം പോച്ചല്ലോ. ആ ആ ആ മനസ്സിലായി. ഈ തൊരപ്പൻ ചോക്ലേറ്റ് കട്ട് ചെയ്തതാ. അതിൻ്റെ കൂടെ കട്ട് ചെയ്യണോടുകൂടി വിരലിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തു. ഫുള്ള് ചോര മയം ഒക്കെ ആയിട്ട് ഓടി ഹോസ്പിറ്റലിലേക്ക്. ഞാനിവിടെ എത്തിയപ്പോൾ അവൻ വിളിച്ച് പറയേ, എനിക്ക് കാട്ടി തന്നു. എൻ്റെ പൊന്നെ, ചെറിയൊരു പീസ് കാണാനില്ല. വിരൽ അടക്കം മുറിച്ച് ഇവരറ്റ് പോയി സുഹൃത്തുക്കളെ. അതിൻ്റെ തുമ്പ് വാങ്ങാൻ സീനായിരുന്നു. ഇനിയിപ്പോൾ ജീപ്പുകാരെ പോയി രക്ഷിക്കട്ടെ കേട്ടോ. പഴുപ്പ വെള്ളം നനയ്ക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? ആ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടാട്ടോ അവൻ വന്നിരിക്കണേ. ആ ഓ, ആ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോരുത്. വേറില് കത്തി കൊണ്ട് മുറിഞ്ഞതല്ല കേട്ടോ. ഈ ഭാഗം ഇവിടെ നിന്ന് ചെത്തിപ്പോയാലുള്ള അവസ്ഥ നിങ്ങൾ പറയണേ. എന്നിട്ടാണ് അവൻ ഓഫ് റോഡ് ചെയ്യാൻ വന്നിരിക്കണത്. ഡെഡിക്കേഷൻ അത്രേ ഉള്ളൂ. സോ WM2 സ്ട്രീമിലൊക്കെ പറയണോണം. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് വണ്ടി കയറ്റാൻ നോക്കാം സുഹൃത്തുക്കളെ. ചെറുതായിട്ടൊന്ന് ലോക്കായിട്ടോ വണ്ടി. ഈ കുഴി ചെറുതല്ല, സോറി, ചെറുതാക്കി കണ്ടു. ചെറുതല്ല, വലിയ രീതിയിൽ വണ്ടി ലോക്കായി. എൻ്റെ പൊന്നെ, നിങ്ങൾ ഈ കുഴി ഫുൾ അടച്ച് ഗവൺമെൻറ് ജോലി കിട്ടൂട്ടോ നിങ്ങൾക്ക്. ഇത് ഫുള്ള് കുഴിയായിരുന്നിട്ടോ. അവർ ഞങ്ങൾ പോയ സമയം കൊണ്ട് ഇത് ഫുള്ള് അടച്ച്. എൻ്റെ മോനെ, കല്ലുകൾ ഇട്ട് നിറയ്ക്കുന്നു, വഴി ശരിയാക്കുന്നു, നമ്മൾ പോകുന്നു. സന്തോഷമായി രാമേട്ടാ. അമ്മേ, അയ്യോ, ഈ കല്ല് കിട്ടില്ല. അതെ, എൻ്റെ മോനെ, സ്ലഷ് നോക്ക്. ഇനിയും വീട് നല്ലൊരു വീഴ്ച വേണം കേട്ടോ. ഇവിടെ അവർ മണ്ണിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് മാത്രമേ ആവശ്യമുള്ളൂ. കല്ലുകളൊക്കെ ഇട്ട് നമുക്ക് ലോഡ് ചെയ്യാം കേട്ടോ സാധനം. ഇത് കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ആ ഭാഗത്താണോ കല്ല് വേണ്ടെങ്കിൽ? ഇവിടെയും വേണം. ഞങ്ങൾ വണ്ടി അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ മരമാണ്. ഇറക്കി കൊണ്ടുപോയിട്ട് സിമ്പിളായിട്ട് ഒന്നുകൂടി കയറ്റാൻ പറ്റും. ഞങ്ങൾ അവിടം വരെ കയറ്റിയതാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ ലോക്കായി പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് കല്ലിട്ട് സെറ്റ് ചെയ്തു. ഞങ്ങളല്ല, അവർ രണ്ടുപേരും. സുഹൃത്തുക്കളെ, ഇവിടെ വെള്ളം വഴി തിരിച്ച് കൺസ്ട്രക്ഷൻ വർക്കും ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് അവിടെ ഒഴുക്ക് കൂടിയല്ലേ. ഇവിടെ അവർ വെള്ളം തിരിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടപ്പ് തെറിച്ച് ഞാനിങ്ങനെ ചുമ്മാ നിൽക്കുക. ആ സൈഡ് ഫുള്ള് അവർ വെള്ളം. എൻ്റെ മോനെ, എളുപ്പമല്ലല്ലോ പണി. ആ വഴി വെട്ടി ഈശ്വരാ.
ഫൈനലി 7 മണിയായപ്പോൾ ഞങ്ങള് സെറ്റായിട്ടാ വണ്ടി കിട്ടി, എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു വയസ്സ്. ഒന്നും പറയാനില്ല, വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കോ? ആൾക്കും ആള് എക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷെ ഇങ്ങനെ ഒരു കുടുങ്ങിയിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് കയറി പോകുന്ന പരിപാടി ആയതുകൊണ്ട് ചുമ്മാ കയറി പോയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ. വേറെ വണ്ടി വിളിച്ച് എൻ്റെ അടുപ്പ് തെറിച്ച് ഭയങ്കര തണവ്, മേത്ത് ഫുള്ള് നനഞ്ഞിരിക്കണേ. സോ എങ്ങനെണ്ടാ? തീരുമാനമായില്ലേ? ഒരു വട്ടോടെയും വരണം. മഴയില്ലാത്തപ്പോൾ ഞങ്ങൾ എന്തായാലും വരും. മഴയില്ലാത്തപ്പോൾ കയറി എക്സ്പീരിയൻസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമായിരുന്നു അത്. മഴ ആയതുകൊണ്ടുള്ളൊരു ഇതുണ്ടായിരുന്നു വണ്ടിക്ക്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കയറി പോയിട്ട് ഡൗൺ ഹിൽ അടിച്ചു വരായിരുന്നു. നമ്മൾ പോയതിനേക്കാളും കുറച്ചുകൂടി ഉണ്ടെന്നാ പറഞ്ഞാണ്ട് ഇവര് വീഡിയോ കാട്ടി കൊടുത്തപ്പോൾ. സോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൂമിൽ പോവുക, കുളിക്കുക, ഫുഡ് കഴിക്കുക, പുതപ്പിൻ്റെ അടിയിൽ കയറാട്ടാ. വേറെ ഒരു പരിപാടിയില്ല, തണുക്കിടാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഗയ്സ്. നാളെ കാണാം. ബൈ.